കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ ഒരു പുരോഹിതൻ തൻ്റെ സഭയിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു വ്യക്തിയെ വിളിച്ച് ദൈവസ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ വിഷയത്തെക്കുറിച്ച് തന്നോട് ചോദിച്ചു. താൻ ഇങ്ങനെ പുരോഹിതനോട് മറുപടി പറഞ്ഞു, ഞാൻ ദൈവത്തെ വിചാരിച്ചതിലും വളരെ വിഭിന്നമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായത്. അനേക കാര്യങ്ങൾ ദൈവസ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ അടയാളമായിട്ട് എനിക്ക് പറയുവാനുണ്ട്. പുരോഹിതൻ ആ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് നിൻ്റെ അനുഭവം? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ കുറേ നാളായി എൻ്റെ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുവാനിരിക്കുകയായിരുന്നു. കടങ്ങളും പ്രശ്നങ്ങളും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അനേക പ്രതിസന്ധികൾ ഞങ്ങളെ വലച്ചു. 3 പ്രാവശ്യം ആത്മഹത്യയ്ക്കായി വിഷം കുപ്പിയിൽ കരുതി കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിൽ കൊടുക്കുവാൻ വേണ്ടി ഉള്ളതായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഞാനും എൻ്റെ ഭാര്യയും ആത്മഹത്യയ്ക്കായി ഉള്ള സകല സജ്ജീകരണവും ചെയ്തു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം അതിൻ്റെ ക്രമീകരണം ചെയ്തു. 3 പ്രാവശ്യവും ഞങ്ങളുടെ ചെവിയിൽ എന്തോ ഒരു വ്യക്തി മന്ത്രിച്ചു, സജ്ജീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് മനസ്സിലായില്ല എന്താണ് സജ്ജീകരിച്ചിട്ടുള്ളത്, ആരാണ് പറയുന്നത്. അങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായ ശബ്ദത്തിൻ്റെ ഉടമയെ തേടി അവരുടെ ജീവിതത്തിൽ പലയിടത്തായി അവർ യാത്ര ചെയ്തത്. ഒരു ദിവസം ഒരു വഴിയരികെ നിന്ന് സാധുവായ ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ എന്ത് സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതായ ശബ്ദം കേട്ടോ, അതേ ശബ്ദത്തിൽ ആ സാധുവായ സഹോദരൻ വഴിയോരത്ത് നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു. നിനക്ക് വേണ്ടി സകലതും സജ്ജീകരിച്ചിട്ടുണ്ട്, ആ സ്നേഹത്തെ തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. ഈ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയിൽ അവർ വിചാരിച്ചു, ഇതിനെന്തോ ഒരു മാസ്മരികമായ ശക്തി നമ്മുടെ ചുറ്റും നമ്മെ ചുറ്റി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന് അവർ ചിന്തിച്ച് സംസാരിച്ചു. അങ്ങനെ ആ രാത്രിയിൽ അവർ വിചാരിച്ചു, ഒരു വ്യക്തിയോട് ചെന്ന് അല്പം പണം കടം വാങ്ങിക്കാം. 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ചെലവിനുള്ള പൈസയാണ്. ദൈവത്തിന് സ്തോത്രം. അവരങ്ങനെ പോയി. ആ സഹോദരൻ ചെന്ന് ഒരു വ്യക്തിയോട് ജീവിതത്തിൽ ആദ്യമായി അത്രയും കുറച്ച് പൈസ ആവശ്യപ്പെടുന്നത്. അവർ വളരെയധികം വലിയ തുകകൾ പലരോടും കടം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ഒരാവശ്യത്തിന് വേണ്ടി അല്പം പണം ഒരു വ്യക്തിയോട് ആദ്യമായിട്ടാണ് കടം ചോദിക്കുന്നത്. ആ ചോദിക്കൽ ആ വ്യക്തി എന്ത് ചെയ്തു? ഒരു കവർ എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കാട്ട്, ചോദിച്ച പണം ഇതിലുണ്ട്. അവർ ഒന്നും വിചാരിക്കാതെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആ കവർ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു ബ്ലാങ്ക് ചെക്കാണ്. അതിൽ തുക എഴുതിയിട്ടില്ല. അവർ തിരിച്ചു വിളിച്ച് ചോദിച്ചു, അയ്യോ സാറേ, ഞങ്ങൾ അല്പം ചെറിയ ഒരാവശ്യത്തിന് വേണ്ടി ഒരു പണമാണ് ആവശ്യപ്പെട്ടത്, ഞങ്ങളുടെ കയ്യിൽ തന്നത് ചെക്കാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അറിയാം, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നതും നിങ്ങളുടെ പ്രശ്നങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ കടങ്ങൾ വീട്ടുന്നതിനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള തുക നിങ്ങൾക്ക് തരുവാൻ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് എഴുതിയെടുത്താട്ട് എന്ന് പറഞ്ഞു. നോക്കൂ, അവർ തിരുവചനത്തെ വായിക്കുവാൻ വേണ്ടി ആ രാത്രിയിൽ ആദ്യമായിട്ട് അവരുടെ ഭവനത്തിലുണ്ടായിരുന്ന വേദപുസ്തകം തുറന്നു വായിച്ചു. അവർക്ക് കിട്ടിയ വചനം എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വായിക്കുന്ന വാക്യമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിചാരിക്കുന്നതിലും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നമ്മുടെ ചിന്തയും ആവശ്യവും
നമ്മുടെ പ്രശ്നങ്ങളും വളരെ ചെറുതാണ്. എന്നാൽ നമുക്ക് വേണ്ടി നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ വഴികളെയും നമ്മുടെ നിലകളെയും നമ്മുടെ അവസ്ഥകളെയും നന്നായിട്ട് തിരിച്ചറിയുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹവും മറ്റുള്ള ഒരു മനുഷ്യനിലുള്ളതായ സ്നേഹവും തമ്മിലുള്ളതായ വ്യത്യാസം. നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തി പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മോട് മറുപടികൾ പറയുമ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ എത്രമാത്രം കരുതുന്നു എന്ന് മനസ്സിലാകും. ആ കുടുംബം കർത്താവിലേക്ക് കടന്നു വരുവാനിടയായി. ആ കുടുംബം കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിന് വേണ്ടി സാക്ഷികളായി തീർന്നു. കർത്താവ് പറയുന്നിടത്തൊക്കെയും പോകാമെന്നവർ തീരുമാനിച്ചു. അവരുടെ ജീവിതത്തെ കർത്താവ് നിയന്ത്രിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നതായ ഒരു ശക്തി ഉണ്ട്, അതൊരു വാസ്തവമാണ്. എന്നാൽ ചില വ്യക്തികളോട് അവർ ചോദിക്കുന്നതും അവരാഗ്രഹിക്കുന്നതും ഒന്നും അവർക്ക് ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. നാം പല പല തുകകൾ ദൈവത്തോട് ചോദിക്കുന്നു, പല ആവശ്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നു. കാരണം കിട്ടുകയാണെങ്കിൽ എല്ലാം കൂടെ കവർ ചെയ്യാമല്ലോ. എന്നാൽ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ആത്മാർത്ഥതയോടും പരമാർത്ഥതയോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്ന മനസ്സുള്ള ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശോധിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ ഹൃദയങ്ങളെയും ഹൃദയ ഉൾപ്പൂവുകളെയും ശോധന ചെയ്തുകൊണ്ട് അവരുടെ വഴികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും അവർക്കായി നൽകി കൊടുക്കും. വിശ്വാസത്താലുള്ള ജീവിതം ഇതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം ഇതാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കുറിവാക്യമായി തന്നിരിക്കുന്ന വചനം അതേ വചനമാണ്. എഫേസ്യ ലേഖനം 3-ാം 20-ാം വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിന് കഴിയും. നമ്മുടെ ചോദ്യം ചെറിയ ചോദ്യം, നമ്മുടെ പ്രതീക്ഷയെല്ലാം ചെറിയ പ്രതീക്ഷയാണ്. നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചെറിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എന്നാൽ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നവരെയും വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരെയും അവരെക്കുറിച്ച് ദൈവത്തിന് പ്രത്യാശയില്ല. കാരണം അവർ തന്നെ അവരെ വലിയവരാക്കുന്നു, അവർ വലിയവ കാണുന്നു, വലിയവ പ്രതീക്ഷിക്കുന്നു. അവർ ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തരായിരിക്കുന്നില്ല. അങ്ങനെ വലിയവ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ സ്വർഗത്തിന് നിറയ്ക്കുവാനും അവരെ തൃപ്തിപ്പെടുത്തുവാനും കഴിയുകയില്ല. അവർ പല പരീക്ഷകളിലും കണികളിലും പെടുന്നു, പല പരിശോധനകളിൽ പെടുന്നു, പല അധൈര്യത്തിൽ അവർ പെട്ടുപോകുന്നു. അവരുടെ വീര്യം കെട്ടുപോകുന്നു, അവരുടെ വിശ്വാസം പ്രവർത്തിക്കാതെ വരുന്നു, അവർ ക്ഷീണിതരാകുന്നു, അവർ ലജ്ജിതരാകുന്നു. അനേകരുടെ മുൻപിൽ അവർ അപമാനം ഏറ്റുവാങ്ങുവാനിടയാകുന്നു. എന്നാൽ നിന്റെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുകയാണെങ്കിൽ, നിന്റെ വഴികൾ യഹോവയെ പരമേൽപ്പിക്കുകയാണെങ്കിൽ, നിനക്കെന്താണ് വേണ്ടതെന്ന് നീ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നിനക്ക് വേണ്ടി കരുതും. ദൈവത്തിന് സ്തോത്രം. നിന്റെ കടങ്ങളെ ദൈവം വീട്ടും, നിന്റെ ബലഹീനതകളെ ദൈവം പരിഹരിക്കും, നിന്റെ പ്രശ്നങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യും, നിന്റെ വിരോധികളോട് ദൈവം ഇടപെടും, നിന്റെ വഴികളെ ദൈവം അതിൻ്റെ ദുർഘടങ്ങളെ മാറ്റും. അതിനായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിത്വം അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്പമായ ഒരു ജീവിതമാകും. അതിനെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ വലിയ സമാധാന തത്വത്തിലേക്ക് ദൈവം നിന്നെ ഈ പ്രഭാതത്തിൽ കൊണ്ടുവരുവാൻ ഈ വചനങ്ങളെ കൊണ്ട് സഹായിക്കട്ടെ. ഇതാ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് ധാരധാരയായി ഒഴുകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, കാണുവാനിടയാക്കും. ഗോഡ് ബ്ലെസ് യു.